ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് കോർണറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ ബീറ്റ്റൂട്ട് കൊണ്ടുള്ളൊരു തോരനാണ്. അപ്പോൾ തോരൻ ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് പുതിയതായിട്ട് കുക്കിങ്ങിൽ ഇപ്പോൾ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് തോരനൊക്കെ ഒരു പുതിയ ഐറ്റം ആയിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് നന്നായിട്ട് അരിഞ്ഞ് തന്നെ കാണിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായും ആ കുട്ടികളും അറിഞ്ഞുകൂടാത്ത ആൾക്കാരും ഒന്ന് പഠിച്ചെടുക്കുക. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ റെഡ് സബ്സ്ക്രൈബ് എന്ന് എഴുതിയേക്കണേലോ ടച്ച് ചെയ്യുമ്പോൾ അതങ്ങ് ബ്ലാക്ക് ആവും. പിന്നെ ബെലൈക്കണും ടച്ച് ചെയ്യുക. അപ്പം നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ സ്കിൻ ബ്യൂട്ടിഫുൾ ആക്കുന്നുണ്ട്, ഹീമോഗ്ലോബിൻ കൂട്ടുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബീട്രൂട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ബീട്രൂട്ടിൻ്റെ തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ചെറിയ ബീട്രൂട്ടും ഒരു പകുതി ഹാഫ് ഒരു ഉള്ളിയും ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തൊലി അങ്ങ് ചെത്തിക്കളയുക. ഇതെല്ലാം ഞാൻ ചെത്തി തന്നെയാണ് കാണിക്കുന്നത്, അല്ലാതെ ഞാൻ പീലറൊന്നും ഉപയോഗിച്ചിട്ടില്ല. ശരിക്കും ഇങ്ങനെ ചെറുതായിട്ട് ചെത്തുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വിരലുറ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ, എന്നില്ലെങ്കിൽ കൈ മുറിയും. ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ചെറുതായിട്ട് അപ്പോൾ നമ്മളത് 3 ചെറിയ ബീട്രൂട്ടുകളുടെയും തൊക്ക് നന്നായിട്ട് ചെത്തി തൊലിയൊക്കെ, എന്നിട്ട് ചെറിയ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചാണ് ഞാനിതിനെ ഉരച്ചെടുക്കുകയാണ്. ചെറുതായിട്ട് കുനുകുന അരിയുകയും ചെയ്യാം, പക്ഷേ ഞാനിത് ഗ്രേറ്റ് ചെയ്താണ് കാണിക്കുന്നത്. ഇപ്പോൾ ആർക്കും ടൈം എടുത്ത് ഒരു പാചകം ചെയ്യാനും സമയമില്ലാത്തൊരു കാലമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഏറ്റവും മെലിഞ്ഞ് ചെറിയ ഹോൾസുള്ള ഗ്രേറ്റർ യൂസ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ സ്ലൈസായിട്ട് വരും. അത് തോരനാവുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നിങ്ങളിതൊന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ വലിയ ഗ്രേറ്റർ യൂസ് ചെയ്യണേക്കാളും കുഞ്ഞ് ഗ്രേറ്റർ ആവുമ്പോൾ അത് വായിലങ്ങോട്ട് വരുമ്പോഴും കൊച്ചു കുട്ടികൾക്കായാലും വയസ്സായ ആൾക്കാർക്കായാലും വായിലിങ്ങനെ അത് വരുന്ന കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും, വളരെ സ്വാദായിരിക്കും. അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് ഇതുപോലെ ഉരച്ചെടുക്കുന്നുണ്ട്. ഇത് കുഞ്ഞ് ബീട്രൂട്ട് ആയതുകൊണ്ട് വളരെ എളുപ്പത്തിൽ എനിക്ക് ഉരച്ചെടുക്കാൻ കഴിയും. ഇപ്പോൾ വലിയ ബീട്രൂട്ടാണെന്ന് വെച്ചാൽ നിങ്ങളതൊന്ന് 2ആയിട്ടോ കണ്ടിച്ചാൽ സുഖമായിട്ട് ഇങ്ങനെ ഉരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം ഞാൻ ഉള്ളിയും കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സൈഡിൽ. കൂടുതൽ ഉള്ളി ഇട്ടാലും മധുരിക്കും, കാരണം ബീട്രൂട്ടിന് പൊതുവേ ഒരു മധുരമുള്ള ഒരു പച്ചക്കറിയാണ്. അപ്പം ഞാൻ പിന്നെ എടുത്ത വെളുത്തുള്ളി, ജീരകം, പച്ചമുളകും കുറച്ച് കോക്കനട്ടിൻ്റെ പൗഡറുമാണ്. ഈ കൊപ്രയുടെ പൊടി കോക്കനട്ട് പൊടിയായിട്ട് പൊടിച്ച് ഇവിടെ റെഡിമെയ്ഡായിട്ട് കിട്ടും, അതാണ്. അപ്പോൾ നാട്ടിലുമൊക്കെ കിട്ടും, എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ പെട്ടെന്ന് ജോലി തീർക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം എണ്ണ ചൂടായി അതിൽ നമ്മൾ കടുക് ഇട്ട് ഉള്ളിയിട്ട് പിന്നെ ബീട്രൂട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പും മഞ്ഞളും ഒന്നും ഇടരുത്, അങ്ങ് അടച്ചങ്ങ് വയ്ക്കുക. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അതിനെ തുറന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കുക. 2ാമത്തെ പ്രാവശ്യം ഇളക്കുമ്പോഴാണ് മഞ്ഞളും ഉപ്പും കൂടി ഇടുക. അപ്പം മഞ്ഞളും ഉപ്പും കൂടി 2ാമത്തെ പ്രാവശ്യം ഇളക്കുമ്പോൾ ഇട്ടാൽ മതി. ആദ്യത്തെ പ്രാവശ്യം ഇടാതിരിക്കുന്ന അതിലുള്ള വെള്ളം ഡയറക്റ്റ് അങ്ങ് പിടിക്കും, ഡ്രൈ ആയിക്കോളും. അപ്പോൾ 2ാമത്തെ പ്രാവശ്യം ഉപ്പും മഞ്ഞളും കൂടി ഉപ്പിടുമ്പോൾ കുറച്ചുകൂടി വെള്ളം ഉണ്ടെന്ന് വെച്ചാൽ അത് കൂടി ഇറങ്ങും.
അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് അതങ്ങ് വെന്ത് വരും. ആദ്യത്തെ പ്രാവശ്യം അതിൽ ചെറുതായിട്ടുള്ള വെള്ളത്തിൽ വേവും. രണ്ടാമത് ഉപ്പിട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടെ വെള്ളം ഇറങ്ങി അതും ഒത്തിരി ഡ്രൈ ആയിട്ട്, അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആകുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് അങ്ങ് കിട്ടും. അപ്പോൾ ഇനി മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഇളക്കിയിട്ട് അങ്ങ് അടച്ച് വെക്കും. മൂന്നാമത്തെ പ്രാവശ്യം അപ്പോൾ ഞാൻ ആ പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും കോക്കനട്ടിൻ്റെ പൗഡറും, അതിൽ പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും കൂടി ഉണ്ടല്ലോ ഇടിക്കുന്ന അതുണ്ടല്ലോ ഓക്കിലി, അതിലിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചിട്ട് ആ കോക്കനട്ട് പൗഡർ പിന്നെ ഇനി അഴിക്കേണ്ട കാര്യമില്ല. അതെല്ലാം കൂടി ഈ വെന്ത് കഴിഞ്ഞ ബീട്രൂട്ടിൻ്റെ മധ്യത്തൊരു ചെറിയ ഉണ്ടാക്കി അതിൽ ഇങ്ങോട്ടും വെച്ചിട്ട് 4 ചിറ്റാക ഇരിക്കുന്ന ബീട്രൂട്ട് എടുത്ത് അങ്ങ് തട്ടിപ്പൊത്തി അങ്ങ് വെക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ആ അകത്തുള്ള അതിൻ്റെ പച്ചപ്പ് മാറിക്കിട്ടും. പച്ചമുളകിൻ്റെയും ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെ ഒരു പച്ചപ്പുണ്ടല്ലോ അതങ്ങ് മാറിക്കിട്ടും, പെട്ടെന്ന് മാറിക്കിട്ടും ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ. അപ്പോൾ അതങ്ങ് അടച്ച് കുറച്ച് നേരം ഒരു 2 മിനിറ്റ് വെച്ചേക്കുമ്പോഴത്തേക്ക് അതങ്ങ് ചെറുതായിട്ടൊന്നങ്ങ് വേവും. എന്നിട്ട് അതിനെ ഇതുപോലെ തുറന്നെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതാ ഇത്രയേ ഉള്ളൂ. ഉപ്പ് ആവശ്യത്തിന് ഇനി ഉണ്ടോ, നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടോ അനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കുക. കരിയപ്പല ഉണ്ടെങ്കിൽ ഒത്തിരി കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ കരിയപ്പല ഇട്ടിട്ടില്ല. അതുകൂടാതെ ഇപ്പം നിങ്ങൾക്കിപ്പം കടു വറുത്ത് വീഴ്ത്തണമെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ 5 മിനിറ്റ് പോലും ഇത് അരിഞ്ഞെടുത്താൽ ഉണ്ടാക്കാനായിട്ട് പിടിക്കത്തില്ല. കൂടാതെ വളരെ ഹെൽത്തി ആയിട്ട് കൊച്ചു കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ്. കൂടാതെ പച്ചമുളക് ഇടാതിരുന്നാൽ കുട്ടികൾക്ക് എരിയാതെ കഴിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിൽ സീ സൂൺ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.